സിനിമ എടുക്കുന്നതിൽ നിന്ന് 20 വർഷത്തേക്ക് വിലക്ക്, ജയിൽവാസം, ഏകാന്ത തടവ്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു കലാകാരനെ തളർത്താനാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ജാഫർ പനാഹി. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന ചിത്രത്തിന് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പാംദോർ ലഭിച്ചിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് സിനിമയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന് ഇറാനിലെ ഭരണകൂടം പലകുറി തുറങ്കിലടച്ച കലാകാരനാണ് ജാഫർ പനാഹി. 2023 ഫെബ്രുവരിയിൽ ടെഹ്റാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിൽ 7 മാസത്തോളം കിടന്നതാണ് പുതിയ സിനിമയ്ക്കുള്ള പ്രചോദനമെന്ന് 64-കാരനായ പനാഹി പറഞ്ഞു. രാഷ്ട്രീയ തടവുകാർ അവരെ തടവിലിട്ടവരോട് പ്രതികാരം ചെയ്യാനെത്തുന്ന കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം 15 വർഷത്തിനിടെ ആദ്യമായാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണ പനാഹി പങ്കെടുത്തത്. 2010-ലാണ് സിനിമാ ആസ്വാദകരെ ഞെട്ടിച്ചുകൊണ്ട് ഭരണകൂടത്തിന് എതിരെ ഗൂഢാലോചന നടത്തിയ പേരിൽ ജാഫർ പനാഹിയെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്യുന്നത്. 6 വർഷം തടവ് ശിക്ഷിക്കുകയും ചെയ്തു. സിനിമ സംവിധാനം ചെയ്യുന്നതിൽ നിന്നും വിദേശയാത്രകൾ നടത്തുന്നതിൽ നിന്നും മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കി. അന്ന് അദ്ദേഹത്തെ 2 മാസമാണ് തടവിൽ പാർപ്പിച്ചത്. പിന്നീട് ഉപാധികളോടെ മോചിപ്പിച്ചു. എന്നാൽ ഈ വിലക്കുകൾക്കിടയിലും പനാഹി സിനിമകൾ ചെയ്യുന്നത് തുടർന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ സെറ്റുകളിലോ ലൈറ്റുകൾക്കിടയിലോ ജനിക്കുന്നതല്ലായിരുന്നു. യഥാർത്ഥമായ സംഭവങ്ങൾക്ക് ഇടയിലൂടെ ക്യാമറ ചലിപ്പിക്കുന്നവയായിരുന്നു അവ. അതിനാൽ കഥ പറയാൻ അദ്ദേഹത്തിന് മനുഷ്യർ തന്നെ ധാരാളം. തന്നെയും കുടുംബത്തെയും കഥാപാത്രമാക്കി രഹസ്യമായി തന്നെ അദ്ദേഹം സിനിമകൾ എടുത്തു. അത്തരത്തിൽ ചിത്രീകരിച്ച ദിസ് ഈസ് നോട്ട് എ ഫിലിം, ടാക്സി തുടങ്ങിയ സിനിമകൾ അദ്ദേഹം രഹസ്യമായി ഇറാന് പുറത്തെത്തിച്ചു. അവ ലോകമെമ്പാടുമുള്ള ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഇറാനിയൻ നിയോ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവാണ് ജാഫർ പനാഹി. അദ്ദേഹത്തിന്റെ സിനിമാ ശൈലി രൂപപ്പെടുത്തിയതിൽ ഇറാനിയൻ സിനിമയിലെ ഇതിഹാസമായ അബ്ബാസ് കിയാറോസ്തമിക്ക് വലിയ പങ്കുണ്ട്. കിയാറോസ്തമിയുടെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് പനാഹിയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം. ഈ സ്കൂളിൽ നിന്നാണ് മിനിമലിസ്റ്റ് ശൈലി, ലോങ് ടേക്കുകൾ, സൂക്ഷ്മമായ സാമൂഹിക വ്യാഖ്യാനം എന്നിവ പനാഹി സ്റ്റൈലാക്കുന്നത്. ഇറാനിലെ സാമൂഹിക വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, ലിംഗസമത്വം, സാധാരണക്കാരുടെ പോരാട്ടങ്ങൾ എന്നിവയിൽ ഈ 2 സംവിധായകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കിയാറോസ്തമി അതിനെ ദാർശനികമായാണ് സമീപിച്ചതെങ്കിൽ പനാഹി അധികവും സംസാരിച്ചത് അതിലെ രാഷ്ട്രീയമായിരുന്നു. പുരുഷാധിപത്യവും മതവും ഭരിക്കുന്ന ഇറാനിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അതിനാൽ തന്നെ പനാഹിയുടെ കഥകളും കഥാപരിസരങ്ങളും സ്ത്രീകൾ തന്നെയായിരുന്നു. 2000-ൽ ഇറങ്ങിയ സർക്കിളും 2006-ൽ ഇറങ്ങിയ ഓഫ് സൈഡും ഇതിന് ഉദാഹരണങ്ങളാണ്. സ്ത്രീകൾക്ക് കായിക മത്സര വേദികളിൽ വിലക്കുള്ള രാജ്യമാണ് ഇറാൻ. ഇവിടെ ആൺവേഷം കെട്ടി ഫുട്ബോൾ മത്സരം കാണാൻ പോകുന്ന പെൺകുട്ടികളുടെ കഥ പറഞ്ഞ ഓഫ് സൈഡ് ആ ഭരണകൂടത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയില്ല. ഈ 2 സിനിമകളും ഇറാനിൽ ബാൻ ചെയ്യപ്പെട്ടു. മുസ്ലിം സ്ത്രീകളെ തെറ്റായി ആവിഷ്കരിച്ചത് വഴി അപമാനിച്ചു എന്നായിരുന്നു ആരോപണം. പനാഹി അവരുടെ പച്ചയായ ജീവിതം ആവിഷ്കരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുമെന്ന പേടി ഭരണകൂടത്തിന് എന്നും ഉണ്ടായിരുന്നു. 2022-ൽ 2 സംവിധായകരെ തടങ്കലിൽ വെച്ചതിനെതിരെ പ്രതിഷേധിച്ചതിന് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2010-ലെ തടവ് ശിക്ഷയുടെ ബാക്കി തടവ് പൂർത്തിയാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഏകദേശം 7 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം 2023 ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകൾക്കും ഇറാനിൽ പ്രദർശിപ്പിക്കാൻ അനുമതി കിട്ടിയിരുന്നില്ല. എന്നാൽ പനാഹിയെ ലോകം അംഗീകരിച്ചു. അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള വഴി നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവയാണ്. സിനിമയ്ക്കും എഴുത്തിനും സ്വാതന്ത്ര്യത്തിനുമെല്ലാം വിലക്കുണ്ടായിട്ടും ജാഫർ പനാഹി തന്റെ കലയിലൂടെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിരന്തരം പോരാടി. തന്റെ ജീവൻ പണയപ്പെടുത്തി അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം സിനിമയിലൂടെ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും സിനിമകളും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും എന്നും പ്രചോദനമാണ്.